വരിശകളൊക്കെ അതിനകത്ത് ഇങ്ങനെ നമുക്ക് കാണാം. പഴയ വരിശകൾ, പണ്ട് പഠിച്ച വരിശകളൊക്കെ നമുക്ക് ഒരുപക്ഷെ അതിൽ കണ്ടെടുക്കാൻ പറ്റും. അതേ ഒരു അവസ്ഥയാണ് ഇവിടെ അനുപല്ലവിയിൽ. സരയുവിലൊരു ചുടുനകണമായി ഞാൻ, കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അവിടെ ഒരു വിശ്രാന്തിയുണ്ട്, ഒരു എല്ലാം ശബ്ദമൊക്കെ നിലച്ചിട്ടുള്ളൊരവസ്ഥ, എല്ലാ മ്യൂസിക്കും നിന്ന്. അതാണ് അവിടെയാണൊരു അതിൻ്റെ ഒരു പ്രത്യേകത. എപ്പോഴും ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കിരീടം എന്ന സിനിമയിൽ കത്തി താഴെയിട എന്ന് തിലകൻ്റെ ക്യാരക്ടർ നമ്മുടെ മോഹൻലാലിൻ്റെ ക്യാരക്ടറായിട്ടുള്ള സേതുമാധവനോട് പറയുന്ന ആ സന്ദർഭത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മുഴുവൻ നിലച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ നമുക്കറിയാമല്ലോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ വരും. അതാണ് പലപ്പോഴും നമ്മളെ ആ വികാരത്തോടൊക്കെ നമ്മളെ അടുപ്പിക്കുന്നത്. സങ്കടമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, അതൊക്കെ നമ്മളിങ്ങനെ അറിയാണ്ട് വരും. പക്ഷെ ആ പ്രത്യേക മൊമെൻറ്റിൽ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിലച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വിശ്രാന്തി, ഒരു എല്ലാം നിന്നൊരവസ്ഥയാണ്. ഇന്നിതാന്ന് പറയുമ്പോഴേക്ക് ആൾക്കാർ നമ്മുടെ മനസ്സിങ്ങനെ ആഗ്രഹിക്കുക, പാട്ട് കേട്ടാൽ അവിടെ നിൽക്കുമല്ലോ. ഗാനമേളകളൊക്കെ നമ്മൾ അവിടെ വരെ ഇങ്ങനെ അളക്കുകയാണ് ചെയ്യുക, ഈ ഗായകൻ കൃത്യമായിട്ട് പാടുന്നുണ്ടോ എന്നൊക്കെ. എന്തായാലും പാട്ട് വിശേഷങ്ങളിൽ പ്രമോദവനത്തെ പറ്റിയും രവീന്ദ്ര മാഷെ പറ്റിയും ഓർക്കാൻ പറ്റി. കടപ്പാട് രവിമേനോനോടാണ്. രവിമേനോൻ സാറ് എഴുതിയ ഒരു പുസ്തകം വായിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ചില ചിന്തകൾ, ചില പാട്ട് വിശേഷങ്ങളിലൂടെ മനസ്സ് കടന്നു പോയത്. എന്തായാലും ഒരു തവണ കൂടെ നമുക്ക് കേൾക്കാം. ഏതേതു കഥയിൽ. കൈതപ്രത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള രചന, നമ്മുടെ രവിയുടെ സംഗീതം, അപാരസുന്ദരമായിട്ടുള്ള ദാസേട്ടൻ്റെ ആലാപന. അങ്ങനെ പോകുന്നു. അത് ആ ഹമ്മിങ് കൊണ്ട് തന്നെ നമ്മൾ അവിടെ, അതിനുശേഷം ആ കഥാനായിക ഓടി വരുന്നൊരു സീനുണ്ട്. ആ സീനിലാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് പ്രമദവനം വീണ്ടും. എന്തായാലും ഇന്നത്തെ പാട്ട് വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല കേട്ടോ. രസകരമാണ് പാട്ട്.